മോഹൻലാലിന്റെ പക്കൽ കൂടുതൽ ആനക്കൊമ്പുകൾ. 2011 മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ നിന്നും ആദായ നികുതി വകുപ്പ് 2 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെടുത്തത്. അതിന്റെ കേസുകൾ ഇതുവരെയും തീർന്നിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് 3 ജോഡി ആനക്കൊമ്പുകൾ കൂടി തന്റെ പക്കലുണ്ട് എന്ന് മോഹൻലാൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട അനധികൃതമായി സൂക്ഷിച്ചിട്ടുള്ള ഇത്തരം മൃഗങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കൈവശമുണ്ട് എങ്കിൽ അത് വനം വകുപ്പ് മുൻപാകെ ഹാജരാക്കുകയും ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അതിലെ തർക്കങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നിയമ നടപടി വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മോഹൻലാൽ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ ഒരു അപേക്ഷ നൽകിയിരിക്കുന്നു. തൻ്റെ പക്കൽ 3 ജോഡി ആനക്കൊമ്പുകൾ കൂടി ഉണ്ട് എന്നുള്ള ഒരു സത്യവാങ്മൂലം. അതുകൊണ്ട് അടുത്ത് നടക്കാൻ പോകുന്ന ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം തൻ്റെ പക്കലുള്ള മുൻ കേസുകളും ഇപ്പോഴുള്ള ഈ 3 ജോഡി ആനക്കൊമ്പുകളൂടെ ചേർത്തുകൊണ്ട് ഈ ഒരു വിഷയം എന്നേക്കുമായി അവസാനിപ്പിച്ചു തരിക എന്നുള്ളതാണ് മോഹൻലാലിന്റെ അപേക്ഷ. അദ്ദേഹം മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ DFO ആയ പി കാർത്തിക് മുൻപാകെയാണ് ഇത്തരമൊരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹം ഈ ആനക്കൊമ്പുകൾ ഈ പറയുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ എന്നാണോ ഡേറ്റ്, ആ തീയതിയിൽ കൊണ്ടുപോയി ഹാജരാക്കും. അങ്ങനെ 5 ജോഡി ആനക്കൊമ്പുകളാണ് മോഹൻലാലിന്റെ പക്കൽ ഇപ്പോഴുള്ളത്. നേരത്തെ പിടിച്ചെടുത്തത് 2 ജോഡി ആനക്കൊമ്പുകളായിരുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ തേവരയിലെ വീട്ടിൽ നിന്നാണ് അന്നത്തെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ 2011 2 ജോഡി ആനക്കൊമ്പുകൾ പിടിച്ചെടുക്കുന്നത്. പിന്നീട് അത് നിയമക്കുരുക്കുകളിലേക്ക് പോയി. അങ്ങനെ മോഹൻലാൽ ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട് വലിയ നിയമക്കുരുക്കിൽപ്പെട്ടു. പക്ഷേ 2015-ലും 2016-ലുമായി മോഹൻലാലിന് അനുകൂലമായി സർക്കാർ ഒരു ഉത്തരവിറക്കി. അതായത് മോഹൻലാലിന് ആനക്കൊമ്പുകൾ കൈവശം വെക്കാം എന്നായിരുന്നു ആ ഉത്തരവ്. ആ ഉത്തരവ് വനം വകുപ്പ് അംഗീകരിക്കുകയും സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. എന്നാൽ ഹൈക്കോടതി ഈ ഒരു നടപടി റദ്ദാക്കി. അതായത് 2015-ലും 2016-ലും മോഹൻലാലിന് ആനക്കൊമ്പുകൾ കൈവശം വെക്കാമെന്നുള്ള സർക്കാർ ഉത്തരവും അതിൻ്റെ ഭാഗമായി അത് അംഗീകരിച്ചുകൊണ്ടുള്ള വനം വകുപ്പിന്റെ നടപടികളും ഹൈക്കോടതി റദ്ദാക്കി. അതോടുകൂടി മോഹൻലാൽ വീണ്ടും ആനക്കൊമ്പ് കേസിൽപ്പെട്ടു. 2 ജോഡി ആനക്കൊമ്പുകൾ എങ്ങനെ കൈവശം വന്നു എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായും ചോദിച്ചത്. അദ്ദേഹം അതിന് മറുപടി നൽകിയത് ഇതെനിക്ക് പാരമ്പര്യമായി ലഭിച്ച ആനക്കൊമ്പുകളാണ് എന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആ ആനക്കൊമ്പുകൾ എങ്ങനെ പാരമ്പര്യമായി ലഭിച്ചു എന്നത് 1972-ലെ വനം വകുപ്പ് നിയമപ്രകാരം തെളിയിക്കാൻ കഴിയണം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പരമ്പരാഗതമായി കിട്ടിയതാണെങ്കിൽ പോലും ആ ആനക്കൊമ്പുകൾക്ക് സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വന്നതോടുകൂടി മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ് വീണ്ടും വലിയ നിയമക്കുരുക്കിലേക്ക് പെട്ടു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് ഒരു പുതിയ വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വന്യജീവികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ കൈവശം വെച്ചിട്ടുള്ളവർ, കേസുമായി മുന്നോട്ട് പോകുന്നവർ, അവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ആ ഒരു കേസ് ഒത്തുതീർപ്പാക്കാം. അതായത് കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ കൃത്യമായ നടപടിക്രമങ്ങളോ പാലിക്കാതെ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഈ 1972-ലെ നിയമപ്രകാരം ആർക്കെങ്കിലും കൈവശം ഉണ്ട് എങ്കിൽ, വന്യജീവികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൊമ്പുകളോ മറ്റെന്തെങ്കിലും കൈവശം ഉണ്ട് എങ്കിൽ അവർക്ക് ഈ പറയുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം അത് ഒത്തുതീർപ്പാക്കാവുന്നതാണ്. അതിന് കൃത്യമായ രേഖകളൊക്കെ ഹാജരാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ കേസും കൂട്ടവും ഒക്കെ ഒഴിവാക്കി അവർക്ക് രക്ഷപ്പെടാം. അതാണ് ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരമുള്ള ഒരു ഏറ്റവും വലിയ പ്രയോജനം. മോഹൻലാൽ ആ പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. പക്ഷേ ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം മോഹൻലാലിന് എത്രത്തോളം, ഇപ്പോൾ 5 ജോഡിയാണ് മൊത്തം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആനക്കൊമ്പുകൾ. പുതിയതായി 3 ജോഡികൾ കൂടി തൻ്റെ കയ്യിലുണ്ട് എന്ന് മാത്രമല്ല 13 ശില്പങ്ങൾ, ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങളും തൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ മോഹൻലാലിന്
മൊത്തം 5 ജോഡി ആനക്കൊമ്പുകളും 13 ആനക്കൊമ്പുകൾ തീർത്ത വിഗ്രഹങ്ങളും. ഈ 13 വിഗ്രഹങ്ങളും ആനക്കൊമ്പുകളും എങ്ങനെ കിട്ടിയെന്ന് രേഖാമൂലം ഈ ഒറ്റ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം അദ്ദേഹത്തിന് തെളിയിക്കേണ്ടതുണ്ട്. അത് തെളിയിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. കാരണം ആനക്കൊമ്പിന്റെ DNA അടക്കമുള്ളവ പരിശോധിച്ച് ഉറപ്പുവരുത്തും. അതിനുശേഷം മാത്രമേ ഇതെങ്ങനെ മോഹൻലാലിന്റെ കൈവശം വന്നു, ആ കൈവശം വന്നതിൻ്റെ എന്തെങ്കിലും രേഖ അദ്ദേഹത്തിനുണ്ടോ, ഹൈക്കോടതിയിൽ ഹാജരാക്കിയതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇപ്പോൾ പുതിയതായി വെളിപ്പെടുത്തിയ 3 ജോഡി ആനക്കൊമ്പുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള എന്തെങ്കിലും മറ്റു വസ്തുക്കളോ കയ്യിലുണ്ടോ എന്നുള്ളതാണ് DFO പ്രധാനമായും പരിശോധിക്കുന്നത്. അങ്ങനെ അവിടെ ഹാജരാക്കാൻ കഴിയാതെ വന്നാൽ എന്തായിരിക്കും മോഹൻലാലിന്റെ അവസ്ഥ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നം. അദ്ദേഹം കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോകുമോ? കാരണം കൂടുതൽ ആനക്കൊമ്പുകൾ തന്റെ കയ്യിലുണ്ടെന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 3 ജോഡി ആനക്കൊമ്പുകൾ കൂടി തന്റെ കൈവശമുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ അത് അദ്ദേഹത്തെ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. ഈ ഒറ്റ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം അദ്ദേഹത്തിന് ഇത്രയും ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരും. അതല്ല എങ്കിൽ എങ്ങനെ കിട്ടി എന്ന് തെളിയിക്കേണ്ടി വരും. അത് അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. 13 ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ എങ്ങനെ കയ്യിൽ വന്നു, അത് ആരുണ്ടാക്കി, ആര് വഴി വന്നു, എന്തിനുണ്ടാക്കി തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ വെറുതെ അവിടെ പോയി ഉത്തരം നൽകിയാൽ പോരാ. അതിനെല്ലാം തന്നെ രേഖകൾ ഹാജരാക്കേണ്ടി വരും. അങ്ങനെ രേഖകൾ ഹാജരാക്കേണ്ടി വരുമ്പോൾ മോഹൻലാലിന്റെ പക്കൽ ഇത്രമാത്രം രേഖകൾ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹത്തിന് ഓരോന്നിനും രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇതിനെല്ലാം തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ വേണം. ഓരോ കാര്യത്തിനും DNA ടെസ്റ്റ് അടക്കമുള്ളവ നടത്തി അത് ആനക്കൊമ്പ് തന്നെയാണ് എന്നുള്ള കാര്യം വനം വകുപ്പ് DFO അവിടെ കൃത്യമായി ശാസ്ത്രീയമായി തെളിയിക്കണം. ആ തെളിയിച്ചതിനൊപ്പം തന്നെ മോഹൻലാലിന് ഈ പറയുന്ന ശില്പങ്ങളുടെയും ഇത്രയധികം ആനക്കൊമ്പ് ശേഖരത്തിൻ്റെയും രേഖകൾ അവിടെ ഹാജരാക്കിയെങ്കിൽ മാത്രമേ ഇവിടെ തീർപ്പാക്കൽ നടക്കുകയുള്ളൂ. ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന് പറയുന്നത് എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ശരിയാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയല്ല. മറിച്ച് അവിടെ കഴിയുന്ന പരമാവധി കേസുകൾ ഒഴിവാക്കുക, ഈ പൗരന്മാരെ ഇത്തരത്തിൽ യാദർച്ഛികമായി ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ എന്തെങ്കിലും ഒരു ഭാഗം കൈവശം വെച്ചതിൻ്റെ പേര് അബദ്ധവശാൽ കേസിൽ കുടുങ്ങിപ്പോയവർക്കൊക്കെ ഒരു ആശ്വാസം, തൽക്കാലത്തേക്ക് ആശ്വാസം നൽകുന്ന ഒരു തീർപ്പാക്കൽ പദ്ധതിയാണ്. പക്ഷെ അങ്ങനെ തീർപ്പാക്കുമ്പോഴും അവിടെ പ്രധാനമായും വേണ്ടത് തെളിവുകളാണ്. കൃത്യമായ തെളിവുകളില്ല എങ്കിൽ അവിടെ ഒറ്റ തീർപ്പാക്കൽ കൊണ്ട് കാര്യമില്ല. അവിടെ വീണ്ടും നിയമക്കുരുക്കിലേക്ക് പോകും. അവിടെ തീർപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ, DFO ചോദിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെങ്കിൽ വീണ്ടും മോഹൻലാൽ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോകും എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.